പഹൽഗാം ഭീകരാക്രമണം നടന്നതിനു ശേഷം ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനുള്ളത്. ഇത് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്നും പറയുവാൻ കഴിയും. മാത്രമല്ല, സൈന്യത്തിന്റെ സാധ്യമായ നീക്കങ്ങൾ കണ്ടെത്താൻ നിയന്ത്രണ രേഖയിൽ അതായത് LOC നിരവധി നടപടികൾ കൈക്കൊള്ളുകയും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പല റിപ്പോർട്ടുകളും യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പറഞ്ഞാൽ ഇന്ത്യൻ വ്യോമാക്രമണങ്ങൾ കണ്ടെത്തുന്നതിനായി പാകിസ്ഥാൻ സൈന്യം സിയാൻകോട്ട് സെക്ടറിലെ സ്ഥലങ്ങളിലേക്ക് റാഡർ സംവിധാനങ്ങൾ നീക്കുന്നുണ്ട് എന്നാണ്. ഫിറോസ്പൂർ സെക്ടറിന് എതിർവശത്തുള്ള ഇന്ത്യൻ നീക്കങ്ങൾ കണ്ടെത്തുന്നതിനായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇലക്ട്രോണിക് യുദ്ധ ഡിറ്റാച്ച്മെന്റുകളും മുന്നോട്ട് വിന്യസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അടുത്തിടെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് വെറും 58 കിലോമീറ്റർ അകലെയുള്ള ചോർ കന്റോൺമെന്റിൽ നിന്ന് ഒരു TPS-77 റാഡർ സെറ്റ് സ്ഥാപിക്കുകയും ചെയ്യുകയുണ്ടായി. TPS-77 മൾട്ടി റോൾ റാഡർ വളരെ കഴിവുള്ള ഒരു റാഡർ സംവിധാനമാണെന്നും പറയുവാൻ കഴിയും. ഇത് ലോകമെമ്പാടുമുള്ള വ്യോമ ഗതാഗത നിരീക്ഷണത്തിനായി കാര്യമായി ഉപയോഗിച്ചു വരികയാണ്. മാത്രമല്ല, തുടർച്ചയായി 5-ാം ദിവസം പാകിസ്ഥാൻ ഇപ്പോൾ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ്.